ലൈംഗിക ആരോപണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. സർക്കാരിന് രാജിക്കത്ത് കൈമാറി. ഇന്നോ നാളെയോ രാജിവെക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ മുൻപ് അറിയിച്ചിരുന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ലൈംഗികാരോപണത്തെ തുടർന്നാണ് രാജി. 2009 പാലേരി മാണിക്യം സിനിമയുടെ ഓഡിഷനിടെ രഞ്ജിത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവം CPM ആക്ടിവിസ്റ്റ് കൂടിയായ നടി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു. അകലയിലെ അഭിനയം കണ്ടിട്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത്. കൊച്ചിയിലെ ഹോട്ടലിലായിരുന്നു ഓഡിഷൻ. സംവിധായകൻ രഞ്ജിത്തിനെ രാവിലെ കണ്ട് ഫോട്ടോഷൂട്ട് നടന്നു. വൈകിട്ട് പ്രതിഫലം, കഥാപാത്രം തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് മോശം അനുഭവമുണ്ടായത്. അടുത്തേക്ക് വന്ന് ആദ്യം വളകളിൽ തൊട്ടു, മുടിയിൽ തലോടി, കഴുത്തിലേക്ക് സ്പർശനം നീണ്ടപ്പോൾ ഇറങ്ങിയോടി. ടാക്സി വിളിച്ച് ഹോട്ടലിലേക്ക് പോയി. ഹോട്ടൽ മുറിയിലേക്ക് കടന്നു വരുമോ എന്ന ഭയപ്പെട്ട് രാത്രി ഉറങ്ങിയില്ല. തിരിച്ചു പോകാൻ വിമാന ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല. സ്വന്തം ചെലവിൽ തൊട്ടടുത്ത ദിവസം ബംഗാളിലേക്ക് മടങ്ങുകയായിരുന്നു. ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മലയാള സിനിമയിൽ പിന്നീട് അവസരം ലഭിച്ചിട്ടില്ല. കേരളത്തിലേക്ക് വന്നിട്ടുമില്ല. അതിക്രമം നേരിട്ടവർ കുറ്റവാളികളുടെ പേര് വെളിപ്പെടുത്തണമെന്നും ശ്രീലേഖ പറഞ്ഞു. എന്നാൽ നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നായിരുന്നു രഞ്ജിത്ത് പ്രതികരിച്ചത്. ശ്രീലേഖ മിത്ര ഓഡീഷന് വന്നിരുന്നു. കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാണ് പരിഗണിക്കാത്തതെന്നായിരുന്നു രഞ്ജിത്ത് നൽകിയ വിശദീകരണം. രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം സംസ്ഥാന സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയത്. ഇടതുമുന്നണിയിലെ വനിതാ നേതാക്കളടക്കം രഞ്ജിത്ത് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ ആര് തെറ്റ് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു. ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഗതി കിട്ടാതെ വന്നതോടെ, അല്ലെങ്കിൽ രക്ഷയില്ലാതെ വന്നതോടെ അവസാന നിമിഷം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് രഞ്ജിത്ത് തടിയൂരാൻ ശ്രമിക്കുന്നത്. എന്നാൽ ലൈംഗിക ആരോപണം നേരിടുന്നതിനാൽ, അതായത് ഒരു ഇര തന്നെ നേരിട്ട് പറഞ്ഞ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുക. ക്രിമിനൽ നടപടിക്രമങ്ങളും മറ്റും ഉടൻ നേരിടേണ്ടി വരും. സിദ്ദീഖിനും സമാന അനുഭവമാണ് ഉള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നയുടൻ ഇപ്പോൾ ഒരു ഡയറക്ടറും ഒരു വലിയ നടനും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഇത് മലയാള സിനിമയുടെ വിജയം, അല്ലെങ്കിൽ മലയാളികളുടെ വിജയം. ടീം ഡീൽസ് കേരള.